ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നേ. അപ്പോൾ കണ്ടപ്പോൾ എനിക്കതിലൊന്ന് പ്രതികരിക്കണം തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രിപ്പൊക്കെ കയറ്റി വരുന്ന വഴിയാണ്. എന്തായിരുന്നു എനിക്ക് അസുഖം എന്ന് ചോദിച്ചാൽ സത്യം പറയാച്ചാൽ എനിക്കൊരു അസുഖം ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടറെ എന്നെ ട്രിപ്പ് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ബി പി നോക്കിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ബി പി നോർമലാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഷുഗർ കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഷുഗർ നോക്കിയപ്പോൾ ഷുഗറും നോർമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ നല്ല ടയേർഡിലാണ്, എനിക്കൊരു ട്രിപ്പ് മസ്റ്റായിട്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ചൊന്ന് എനർജി ആയിട്ട് വന്ന സമയത്ത് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫോണെടുത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മുടെ പ്രിയ ചേച്ചി ഉണ്ടല്ലോ, പ്രിയ ചേച്ചി സങ്കടപ്പെട്ട് കരയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് എത്രത്തോളം വിഷമമായി പോയി എന്നറിയോ. ഞാനിങ്ങനെ വിചാരിക്കുകയാണേ, ഞാൻ ആ ട്രിപ്പ് ഇട്ടത് എത്രമേൽ നന്നായി. മറ്റേ കരച്ചിൽ കണ്ടിട്ട് ഞാൻ തലറങ്ങി വീകൂലായിരുന്നോ? അപ്പം തലറങ്ങി വീണിട്ടുണ്ടായിരുന്നേ ആർക്ക് പോയി? എനിക്ക് പോയി അല്ലേ? അതായത് പ്രിയ ചേച്ചിൻ്റെ അടുത്ത് ആരും ഒരിക്കലും അവരുടെ അടുത്ത് എന്താണ് ഡീറ്റെയിൽ എന്ന് ചോദിക്കാൻ ആരും വരുന്നില്ല എന്നാണ് പറയുന്നത്. പ്ലീസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജസ്ന സലീം എന്നാണ്, ചെറിയൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ അറിയാവുന്ന മീഡിയക്കാരുണ്ട്, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഉണ്ട്, അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് എടുത്തേക്കണേ പ്ലീസ്. നിങ്ങൾ എൻ്റെ പുറകെ മാത്രം നടന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂസ് മാത്രം എടുക്കുന്ന സമയത്ത് ചേച്ചി പൈസ കൊടുത്ത് ആളെ വഹിപ്പിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അരുണും ആ സ്ത്രീയുടെ കമൻറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ച് തരാം കേട്ടോ, ആ സ്ത്രീ എന്താണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടെ ആ സ്ത്രീ ഭയങ്കരമായിട്ട് കരച്ചിൽ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ ഭയങ്കര ബോൾഡാണ് പ്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പട്ടി മൂങ്ങും പോലെ ഇങ്ങനെ മൂങ്ങുന്നത് കാണുന്നത്. അപ്പോൾ അതിലെ സ്ത്രീ പറയുന്നൊരു വിഷയമുണ്ട്, എൻ്റെ ഭാഗം കേൾക്കാൻ ആരും നിന്നില്ല, എന്താണ് ഉണ്ടായത്. അപ്പോൾ ആ ചിങ്ങായി ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ മനസ്സിലായിന്ന്. അപ്പം മൂപ്പത്തി പറയുന്നു ഞാൻ തിരുപ്പതി പോയിട്ട് മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മുടിയില്ലാത്തത് കൊണ്ടാണ് മനസ്സിലായത്. സ്ത്രീയെ നീ മുടിയില്ലാത്തത് കൊണ്ടല്ല മനസ്സിലായത്, നീ കമൻ്റ് ഇട്ടതുപോലെ തന്നെ അതേപോലെ തന്നെ അവൻ്റെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ നിന്നെ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത്. അത് പ്രേക്ഷകർ അറിഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പിന്നെ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ലേ എന്നുള്ളത്. അപ്പോൾ സ്ത്രീ പറയുന്നൊരു സത്യാവസ്ഥയുണ്ട്, ഗുരുവായൂരപ്പന് ശക്തിയില്ലെന്ന് ആരാടേ പറഞ്ഞത്? ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ മഹാ പവറുള്ളൊരു മനുഷ്യനെന്ന് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല, മഹാ പവറുള്ളൊരു വ്യക്തിയാന്നുള്ളത് ഇപ്പം മനസ്സിലായോ? ആ പെണ്ണുങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പ്രതികരിച്ചില്ലേ എന്ന്. അപ്പം എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല, ഇവർ കൂട്ടത്തോടെ ആയിരുന്നു ആക്രമണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വീഡിയോസിൽ നോക്കിയാൽ കാണാം, അരുണിൻ്റെയും അമ്മയുടെയും ഫേസ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ, പക്ഷെ ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് അവിടെ കേൾക്കാം. കാരണം അവിടെ വന്ന ഭക്തന്മാർ മുഴുവനവും ഈ സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഈ സ്ത്രീയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ അവിടുത്തെ ആ ഒരു പെരുമാറ്റം കൊണ്ട് അത്രമേൽ എല്ലാവരും കൂടിയായിരുന്നു ആ സ്ത്രീയെ അറ്റാക്ക് ചെയ്ത്. പക്ഷെ ആ സ്ത്രീ ഇതുവരെ അത് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കണ്ണനെത്തിപ്പിച്ചു. ആ സ്ത്രീയുടെ വായിൽ തന്നെ ആ വിവരം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടു, ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പീഡിൽ അടിക്കില്ല, അപ്പം അടിച്ചപ്പം ആകെ നിങ്ങൾ നിങ്ങളെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ച സമയത്ത് തിരുപ്പതി പോയിട്ട് മുട്ടടിച്ച് സംഭവം അതൊന്നുമല്ല, തള്ളച്ചിക്ക് അസുഖ അതറിയില്ല. തള്ളച്ചിയെ ഡീറ്റെയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവനോ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്യാതിരിക്കുന്നത് തൻ്റെ അസുഖത്തെ ബാധിച്ച് താൻ നാളെ മണ്ണ് പോകാനുള്ളതല്ലേന്ന് ആ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, താൻ പ്രതികരിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി ഉണ്ട്, കൂട്ടത്തോടെ ആയിരുന്നു ആക്രമണം എന്ന്. എനിക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചത് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായിരുന്നു. അപ്പം തന്നെ മനസ്സിലായില്ലേ എന്തായിരുന്നു ചേച്ചിയുടെ പ്രകടനം എന്നുള്ളത്?
അപ്പം ചേച്ചിയുടെ അറിയാതെയാണെങ്കിലും വായിന്ന് സത്യാവസ്ഥ ഇങ്ങനെ വിളിച്ചിട്ട് ചാടുകയാണ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ജസ്ന സലീമിനെ അറിയുന്ന യൂട്യൂബർമാർ അതേപോലെ ചാനലുകാരൊക്കെ ഈ ചേച്ചിയുടെ ഇൻ്റർവ്യൂ ഒന്ന് എടുക്കണം കേട്ടോ. ചേച്ചി ഇപ്പോൾ പൈസ കൊടുത്ത് ഇൻ്റർവ്യൂ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നാരേച്ചി, ഇത്രയും കാലം ബോൾഡായിട്ട് നിന്ന് വെല്ലുവിളിച്ച് ഇങ്ങനെ ഒരു പട്ടി മോങ്ങും പോലെ മോങ്ങിയിട്ട് ഒട്ടും ചേരുന്നില്ല എൻ്റെ ചേച്ചിയെ. ഇത്രയും കാലം ഞാനങ്ങ് ഹൈപ്പ് കൊണ്ടുകൊണ്ട് കടന്നിട്ടുണ്ടായിരുന്നു. തലയും കുത്തനെ താഴെ വീണുപോയല്ലോ പ്രിയ ചേച്ചിയെ. എന്തൊരു കഷ്ടമാണ്. പിന്നെ പ്രിയ ചേച്ചിയെ, നിങ്ങൾ ഭയങ്കര വലിയ ആളാണെന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ചിത്രകാരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സമ്പാദിച്ചു പ്രിയ ചേച്ചിയെ? ഞാനിവിടെ ഇപ്പം നിലവിൽ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി കുറുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞാൻ 2000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയാം എൻ്റെ ഭർത്താവോടും കൂട്ടിയിട്ടല്ലേ. ഒറ്റ കൈ കൂട്ടിയാൽ മാത്രം സൗണ്ട് ഉണ്ടാവില്ല, 2 കൈയോട് കൂട്ടിയിട്ടാണ് സൗണ്ട് ഉണ്ടായത്. പിന്നെ പൂനൂർ താമരശ്ശേരി 10 സെൻറ്റ് സ്ഥലവും 900 സംതിങ് സ്ക്വയർ ഫീറ്റ് വീടും. അതുകൊണ്ട് എനിക്കെന്ന് പറയാൻ. പിന്നെന്ന് പറയാൻ ടാക്സുകാരങ്ങോട്ട് പറഞ്ഞേക്കല്ലേ ചേച്ചിയെ. പിന്നെന്ന് പറയാൻ ഒരു ഷിഫ്റ്റ് കാറുണ്ട് ചേച്ചിയെ, സ്വന്തം പേരിലാണ്. പിന്നൊരു 3 വീലർ ഉണ്ട് പപ്പയുടേത്. അതെനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സുരുക്കൂട്ടിയൊരു സംഭവം. പക്ഷേ എൻ്റെ പേരിലല്ല കേട്ടോ, രജിസ്ട്രേഷൻ നമ്പർ അടിച്ചിട്ട് ഇനി എൻ്റെ പേരിലല്ല എന്നുള്ളത് കാണിക്കേണ്ട. എൻ്റെ പപ്പയുടെ പേരിലും അല്ല. അത് പൂനൂരിൻ്റെ പാലത്തിൻ്റെ അപ്പുറമായതുകൊണ്ട് വേറൊരാളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യിച്ചതാണ്. കാരണം അവിടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടണമെങ്കിലേ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ഒരു 2 വീലർ ഉണ്ട് ചേച്ചിയെ, R15 ഉണ്ട്. അത് അരുണേട്ടൻ്റെ പേരിലേക്കാണ് ഞാൻ മേടിച്ചിട്ടത്. അതേപോലെ ഒരു ഫെസിനോ ഉണ്ട്. ഈ ഫെസിനോ എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി അറിയുമോ എന്ന് എനിക്കറിയില്ല. 2 വീലർ യമഹൻ്റെ. പിന്നെ ഒരു 10-40 പവനുണ്ട് ചേച്ചിയെ, വിത്ത് ബില്ല് സഹിതം. വെല്ലുവിളിക്ക് ബില്ല് കാണിക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കണം. അപ്പം ഇത്രയൊക്കെ നേടി ചേച്ചിയെ ഞാൻ. നിങ്ങൾ പറയുന്ന കപടഭക്തിയും നിങ്ങൾ പറയുന്ന മോശക്കാരിയാണെങ്കിൽ ഇത്രമേൽ ഞാൻ ഇങ്ങനെ സമ്പാദിച്ചു. അപ്പം എൻ്റെ പ്രിയ ചേച്ചി, ഞങ്ങളിങ്ങനെ പട്ടി കരയും പോലെയൊക്കെ സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ വന്ന് കരയുമ്പോൾ ഇത്രയും കാലം ബോൾഡായിട്ട് നിന്നിട്ട് എൻ്റെ അമ്മച്ചീനെ പോലും തെറി വിളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരാളും നിങ്ങളെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മണക്കൂസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ നാണുണ്ടോ ചേച്ചിയെ? ഇത്രയും കാലത്തെ എല്ലാതും പോയില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 സംതിങ് രൂപ കൊടുത്താൽ പ്രസ് മീറ്റ് നടത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് മുടക്കി നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ പ്രിയ ചേച്ചിയെ, നന്ദി, നമസ്കാരം.